എല്ലാ മാന്യ പ്രേക്ഷകർക്കും പൊൻപുലരിയുടെ രണ്ടാം ഭാഗത്തിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ സമൂഹമാണ് ടിവിയെയും അതുപോലെ തന്നെ ബാക്കി ഇന്റർനെറ്റിനെയും കമ്പ്യൂട്ടറിനെയും എല്ലാം ആശ്രയിച്ച് സമയം തള്ളി നീക്കുന്നത്. പക്ഷേ ഇതിനു മുമ്പൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. നാടകങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്നവർ, വായനയെ ഇഷ്ടപ്പെടുന്നവർ, അതുപോലെ തന്നെ കഥാപ്രസംഗത്തെ ഇഷ്ടപ്പെടുന്നവർ. ഓരോന്നിനും ഇപ്പോൾ കഥാപ്രസംഗമായിക്കൊള്ളട്ടെ, നാടകമായിക്കൊള്ളട്ടെ, ഓരോന്നും പീക്കായിട്ട് നിന്ന് ചില സമയങ്ങളുണ്ടായിരുന്നു അല്ലേ? ആ സമയത്തുള്ള ആളുകൾക്കെല്ലാം ഇപ്പോൾ കഥാപ്രസംഗമായിക്കൊള്ളട്ടെ, നാടകമായിക്കൊള്ളട്ടെ, അതിൽ അഭിനയിക്കുന്നവരെയും അതിലെ അംഗങ്ങളായിട്ടുള്ളവരും എല്ലാം സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളെ പോലെ തന്നെയായിരുന്നു. എവിടെ അവരുടെ വേദികൾ ഉണ്ടെങ്കിലും മുടങ്ങാതെ കാണുക, കത്തുകൾ അയക്കുക, അവരുടെ ഇത് ശേഖരിച്ച് വയ്ക്കുക, അങ്ങനെ നല്ല നല്ല ഒരുപാട് പ്രവണതകൾ നമ്മുടെ മുമ്പത്തെ തലമുറയ്ക്കുണ്ടായിരുന്നു. പക്ഷേ അതിന്ന് മാറി ടിവിയെയും അതുപോലെ തന്നെ വേറെ പല മാധ്യമങ്ങളെയുമാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അത്തരത്തിൽ അന്നത്തെ ആ കലകൾ കൊണ്ടുപോകുന്ന ധാരാളം ആളുകൾ ഇന്നത്തെ നമ്മുടെ സമൂഹത്തിലുമുണ്ട്. തീർച്ചയായിട്ടും കഥകൾ ഉറങ്ങാത്ത രാവുകൾ എന്നാണ് കഥാപ്രസംഗ ചരിത്രത്തെ പറ്റി പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ളൊരു പാരമ്പര്യം ഈ മേഖലയ്ക്കുണ്ട്. ഇപ്പോൾ കെ വാദ്യാനിൽ നിന്നൊക്കെ വന്നിട്ട് നമ്മൾ വി സാംബശിവൻ സാറ്, കെടാമംഗലം സദാനന്ദ സാർ, ഇങ്ങനെ ഒരുപാട് പേരുടെ ഒരു സജീവമാക്കിയിട്ടുള്ള വേദികളിൽ നിന്നാണ് ഈ കഥാപ്രസംഗത്തിൻ്റെ ഒരു വലിയൊരു സാംസ്കാരികമായിട്ടുള്ള സത്ത ഇപ്പോഴും രൂഢമൂലമായിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഉത്സവപ്പറമ്പുകൾ, സിനിമാറ്റിക് ഡാൻസിൻ്റെയും മറ്റ് മെഗാ ഷോകളുടെയും ഒക്കെ ഒരു കാലത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലത്തുള്ള കഥാപ്രസംഗവും നാടകങ്ങളും ഒക്കെ തന്നെ ഇല്ലായ്മയായിപ്പോയെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. പക്ഷേ എങ്കിലും ഇപ്പോഴും കഥാപ്രസംഗത്തെ സ്നേഹിക്കുകയും പുതിയ പുതിയ കഥകൾ രംഗത്ത് അവതരിപ്പിക്കുകയും ചെയ്യുന്ന പ്രതിപാദകന്മാരായിട്ടുള്ള ഒരു കൂട്ടം പേര് ഇപ്പോഴും വളരെ സജീവമായിട്ട് തന്നെ ഉണ്ട്. അവരുടെ കഥാപ്രസംഗങ്ങളിലൂടെ വരുമ്പോഴാണ് ക്രിസ്തുവിന് പുതിയൊരു അനുഭവം ഉണ്ടാകുന്നു, കൃഷ്ണന് പുതിയൊരു അനുഭവം ഉണ്ടാകുന്നു, നാരായണ ഗുരുസ്വാമികൾക്ക് ഒരു ജീവിതത്തെ പറ്റി ചിന്തിക്കുന്ന ദിവസം മറ്റൊരു അനുഭവം ഉണ്ടാകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വിശുദ്ധ പുരുഷന്മാരെ പറ്റിയുള്ള കഥകൾ, സാമൂഹ്യ നന്മയെ ഒതുക്കുന്ന കഥാപാത്രങ്ങളെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള കഥകളുണ്ടാകുന്നു. ഇതൊക്കെ തന്നെ നമ്മുടെ ഒരു മാറിയ സാഹചര്യത്തിലും മാറിയ പരിതോവസ്ഥയിലും ഒക്കെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത് ഇതൊക്കെ തന്നെ ലക്ഷ്യവേദിയാണ്. ഇവരുടെയൊക്കെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രധാന ലക്ഷ്യം തന്നെ സമൂഹത്തെ ആത്യന്തികമായിട്ടുള്ള നന്മയിലേക്ക് എത്തിക്കുക. അത്തരം ധാരാളം വേദികളിലൂടെ കഥാപ്രസംഗം അവതരിപ്പിച്ചിട്ടുള്ള പ്രതിപാദനായിട്ടുള്ള ഒരു കഥാപ്രസംഗകാരനാണ് ഇന്നത്തെ പൊൻപുലരിയെ സജീവമാക്കാനെത്തിയിരിക്കുന്നത് കാണാം. കഥാപ്രസംഗ രംഗത്തെ പ്രതിപാദനായ കലാകാരനാണ് ശ്രീ മാരായമുട്ടം ജോണി. അദ്ദേഹമാണ് ഇന്നത്തെ പൊൻപുലരി സജീവമാക്കാനെത്തിയിരിക്കുന്നത്. സ്നേഹാദരങ്ങളോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. സർ, ഒരു കാലത്ത് ഏറ്റവും അധികം ആളുകൾ താല്പര്യപൂർവ്വം കേട്ടുകൊണ്ടിരുന്ന ഒന്നാണ് കഥാപ്രസംഗം എന്ന് പറഞ്ഞത്. ഇതിലേക്ക് സാറിൻ്റെ ഒരു താല്പര്യം വരാനുണ്ടായ കാരണം എന്താണ്? കാരണം കുട്ടിക്കാലത്ത് തന്നെ ഇതിനോടുള്ള താല്പര്യം ഉണ്ടായതാണോ, അതോ അല്ലെങ്കിൽ യാദൃശ്ചികമായിട്ട് പെട്ടെന്ന് വന്നതാണോ? എങ്ങനെയാണ് കഥാപ്രസംഗത്തിലേക്ക് ഇറങ്ങിയത് താങ്കൾ? ഞാൻ കുട്ടിക്കാലത്ത് കഥാപ്രസംഗത്തിനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. എന്നാൽ അത്ര ഇതിനോട് കൂടുതൽ ആഭിമുഖ്യം ഉണ്ടാകാൻ അല്ലെങ്കിൽ കൂടുതൽ താല്പര്യം ഉണ്ടാകാൻ ഒരു കാരണം 1982 ജനുവരി മാസം 1-ാം തീയതി ഇവിടെ ചർച്ചിലെ മാരായമുട്ടം CSI ചർച്ചിലെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അവിടെ അമരവിള CE ശോഭൻ രാജൻ സംഘവും അവനെ ക്രൂശിക്ക എന്ന് പറഞ്ഞൊരു കഥാപ്രസംഗം അവതരിപ്പിച്ചു. അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ ഞാൻ അവിടെ ചെന്നിരുന്നു എന്ന് കാണുകയാണ്. അപ്പോൾ ഇത് കേൾക്കുകയും ഇതിൻ്റെ ഭാവപ്രകടനങ്ങളും ഇതിൻ്റെ അവതരണ ശൈലിയും കണ്ടപ്പോൾ എനിക്ക് ഈ കലയോട് അതീവമായ താല്പര്യം തോന്നി. എന്തായാലും എനിക്കും ഒരു കാഥികനായി തീരണം എന്ന് അന്ന് ഉറച്ചു തീരുമാനിച്ചു. അതിനുശേഷം പിന്നീട് ഈ ചെറിയ ചെറിയ കഥകൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ എഴുതുക ഇങ്ങനെയുള്ള, പക്ഷെ അവതരിപ്പിക്കാനുള്ളൊരു അവസരം കിട്ടിയില്ല. 1986 ഡിസംബർ മാസം 24-ാം തീയതി ആ ചർച്ചിൽ തന്നെ ഒരു അരമണിക്കൂർ കഥ പറയാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറായി. ക്രിസ്തുവിന്റെ ജനനം എന്ന് പറഞ്ഞുകൊണ്ടൊരു കഥയാണ്. സ്വന്തമായിട്ട് തയ്യാറാക്കിയ കഥയായിരുന്നു? സ്വന്തമായിട്ട് തയ്യാറാക്കിയ കഥയല്ല. മുത്തയ്യൻ ഭാഗവതർ എന്ന് പറയുന്ന ഒരു തന്ന ഒരു അരമണിക്കൂറുള്ള ഒരു കഥ. പക്ഷെ അത് കാണാതെ പഠിച്ചോ ഒന്നും നോക്കിയിട്ടല്ല ആ കഥ ഞാൻ അവതരിപ്പിച്ചത്. എല്ലാം കൂടെ ഒരു പേപ്പറായിട്ട് കൊണ്ടുവന്ന് അത് കൊണ്ടുവന്ന് പിന്നെ മേശമേൽ വെച്ചിട്ട് അതിന്റെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ഹാർമോണിയം ഉണ്ട്, തബലയുണ്ട്. ഇത് രണ്ടും കൂടെ വെച്ചിട്ട് അവിടെ ഉള്ള തൊട്ടടുത്തുള്ള ആൾക്കാർ തന്നെയാണ്. ഇത് രണ്ടും കൂടെ വെച്ചിട്ടാണ് ഞാൻ അങ്ങ് അവതരിപ്പിക്കുന്നത്. പക്ഷെ ആദ്യം ഇങ്ങനെ കുറച്ച് പറഞ്ഞതിന് ശേഷം അതിന്റെ ഒരു പേപ്പർ മറിക്കും, പിന്നെ അടുത്ത് കിട്ടുന്നത് 3ാമത്തെ പേപ്പറായിരിക്കും. അതിന്റെ തുടർച്ചയായിട്ട് അങ്ങനെ അവതരിപ്പിക്കാൻ പിന്നെ ഒരു സഭാ കമ്പവും ഉണ്ടാവുമല്ലോ.
നമുക്ക് ഈ കഥാപ്രസംഗം അവതരിപ്പിക്കുമ്പോൾ ആദ്യമൊക്കെ നമുക്ക് പേടിയുണ്ടാവും. അതുപോലെ തന്നെ പിന്നെ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്, ജനങ്ങളെ എങ്ങനെയാണ് ഫേസ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ആ കഥാപ്രസംഗം അവതരിപ്പിച്ചപ്പോൾ ആൾക്കാരെല്ലാം പറഞ്ഞു കൊള്ളാം, നന്നായിരിക്കുന്നു. ഇടയ്ക്കൊക്കെ തെറ്റിയാണ് പറഞ്ഞതെന്ന് എനിക്ക് മാത്രമേ അറിയാവൂ. പക്ഷെ അത് കൊള്ളാമെന്ന് പറഞ്ഞതുകൊണ്ട് തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്ത് വീണ്ടും എന്നെ വിളിച്ചു. അവിടെ ഈ കഥ തന്നെ പറഞ്ഞു. വീണ്ടും അത് കഴിഞ്ഞപ്പോൾ അടുത്ത ഒരു സ്ഥലത്ത് ഒരു ചർച്ചിൽ വീണ്ടും വിളിച്ചു. പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രായമാണ് അന്ന് ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നത്, പഠിത്തത്തിനോടൊപ്പം സൈഡായിട്ട്. നമ്മൾ സാധാരണ പറയാറുണ്ട് കാര്യം കഥാപ്രസംഗത്തിന്റെ ഒരു പാരമ്പര്യം നമുക്ക് ഭയങ്കര അളവറ്റ വലിയൊരു പാരമ്പര്യമില്ല, കാര്യം എത്രയോ കാലത്തിന്. അപ്പൊ അതിലേക്ക് ഈ മാരായമുട്ടം ജോണിയും കൂടെ കടന്നു വരുന്ന ഒരു കാലമാണ് അല്ലേ? അങ്ങനെ അന്ന് ഒരുപാട് പേര് വളരെയധികം പ്രോത്സാഹിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ. എങ്കിലും വളരെ സ്വതന്ത്രമായിട്ടുള്ള ഒരു കഥ, കുറച്ച് സമയമെടുത്ത് 2 മണിക്കൂറൊക്കെ എടുത്തിട്ടുള്ള കഥ ഏതായിരുന്നു പറഞ്ഞു? അത് കുടപ്പനമൂട് സത്യൻ എന്ന് പറയുന്ന ഒരു സാറുണ്ടായിരുന്നു. അന്ന് കാഥികനാണ്, അതോടൊപ്പം തന്നെ അദ്ദേഹം കഥ എഴുതുന്ന ആളുമാണ്, മലയാളം പണ്ഡിറ്റാണ്. അപ്പൊ പുള്ളി എനിക്കൊരു രാഗമേഘങ്ങൾക്കപ്പുറം എന്ന് പറഞ്ഞുകൊണ്ടൊരു 2 മണിക്കൂർ ഉള്ള ഒരു കഥ തന്നു. അത് തത്തിയൂർ ക്ഷേത്രത്തില്, നമ്മുടെ നാടിനടുത്തുള്ള ആ ക്ഷേത്രത്തില് ഞാനത് 2 മണിക്കൂറുള്ള ഒരു കഥ അവിടെ അവതരിപ്പിച്ചു ആദ്യമായിട്ട്. അപ്പോൾ ആ കഥ കൊള്ളാമെന്ന് പറയുകയും മറ്റുള്ളവരെന്നെ അത് ബുക്ക് ചെയ്യുകയും അങ്ങനെ ഒരു കാഥികനായി ഞാൻ അങ്ങ് തീരുകയാണ് ആ കഥയോടുകൂടി. ആ കഥയാണ് യഥാർത്ഥത്തിൽ എന്നെ ഈ കാഥിക ലോകത്തിലേക്ക് എന്നെ പിടിച്ചു ഉയർത്തിയത് എന്ന് പറയാൻ പറ്റും. അതിനുശേഷം ഞാൻ ഈ കഥ അവതരിപ്പിക്കണം, ഞാനൊരു വലിയ കാഥികനായെന്നുള്ള ഒരു തോന്നലും അതോടൊപ്പം തന്നെ ഇത് അവതരിപ്പിക്കുന്ന കൊള്ളാം എന്ന ആൾക്കാർ പറയുന്നതുമെല്ലാം കൂടെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇനി എനിക്ക് ആകാശവാണിയിൽ പോയി ഒരു പ്രോഗ്രാം ചെയ്യണം. കാര്യം നിരന്തരം വന്ന് 12:05 ആകാശവാണിയിലൂടെ കഥാപ്രസംഗം വരും, അതുപോലെ യുവാണിയിലും കൂടെ വരും. പക്ഷെ അന്ന് ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ പിന്നെ ഒരു വലിയൊരാളാകണം, വലിയൊരു കഥാപ്രസംഗ രംഗത്തെ ഒരു വലിയൊരു കലാകാരനാകണം എന്നുള്ള തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് തന്നെ ഒരുപാട് കലാകാരൻ, സാംബശിവൻ സാറിന് ഉൾപ്പെടെയുള്ളവർ അന്ന് വളരെയധികം ശക്തമായിട്ട് വേദി നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടെ ആയിരുന്നല്ലോ. അവരുടെ കഥാപ്രസംഗങ്ങൾ കേൾക്കാൻ തയ്യാറായിട്ടുണ്ടോ, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. സാംബശിവ സാറിന്റെ കഥാപ്രസംഗം എവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഓടിയെത്തും. സാംബശിവ സാറിന്റെ ഒരു ആരാധകനായിരുന്നു ഞാൻ. അത് അരുവിപ്പുറം ക്ഷേത്രത്തിൽ ആയിട്ട് ആദ്യമായിട്ട് കുമാരനാശാൻ എന്ന് പറയുന്ന ഒരു കഥ അവതരിപ്പിച്ചു. ഞാൻ ഓടിയെത്തുകയും അവിടെ 2 മണിക്കൂർ ഇരുന്ന് അത് കേൾക്കുകയും ചെയ്തു. അവിടെ തന്നെ ഐഷ എന്ന് പറയുന്ന കഥാപ്രസംഗം അവതരിപ്പിച്ചു. പിന്നെ അനീസിയ, ഒഥല്ലോ, ഇതുപോലെ 20-ാം നൂറ്റാണ്ട്, വിലയ്ക്ക് വാങ്ങാം, ലാഭം ലാഭം, ദിവ്യതീർത്ഥം, ഇസഡ്, വ്യാസനും മാർക്സും, ഇങ്ങനെ നിരവധി കഥകൾ സാംബശിവൻ സാർ അവതരിപ്പിച്ചിട്ടുണ്ട്. സാംബശിവൻ സാർ നഷ്ടപ്പെട്ടു പോയത് നമ്മുടെ കേരളക്കരയ്ക്ക് തന്നെ ഒരു നഷ്ടമാണ്. ഇന്നത്തെ വായനാശീലം പിന്നെ വളർത്തിയെടുക്കാത്ത ഈ തലമുറയിൽ ആരും വായിക്കാനും എടുക്കാനും നിൽക്കത്തില്ലല്ലോ. പണ്ടാണെങ്കിൽ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു. പുസ്തകങ്ങൾ വായിക്കുകയും ഈ കഥാപ്രസംഗം തന്നെ കേരളത്തിൽ ഒരു നല്ലൊരു ഉണർവുണ്ടാക്കുകയും ഒരു ഈ നവോത്ഥാനത്തിന് വഴിതെളിക്കുകയും ചെയ്തത് സാംബശിവൻ സാർ വളരെയധികം സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറെ സ്വന്തമായിട്ടൊരു ശൈലി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് സാർ. അപ്പോ ഈ ഒരു സ്വന്തം ശൈലി ഉണ്ടെങ്കിൽ മാത്രമേ കഥാപ്രസംഗ രംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. പലരും അനുകരിച്ച് ഈ കഥാപ്രസംഗം അവതരിപ്പിക്കുന്നുണ്ട്. സാംബശിവൻ സാർ പറയുന്നത് പോലെ തന്നെ അനുകരിച്ച് പറയുന്നവരുണ്ട്. അതൊന്നും കഥാപ്രസംഗമാവില്ല. ഒരാളിന്റെ കഥ കേട്ടിട്ട് അതൊരു മിമിക്രി കഥാപ്രസംഗം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ സ്വന്തം ശൈലി കൊണ്ട് തനതായ ശൈലി ഉണ്ടാവണം. ഒരു കഥാപ്രസംഗം എന്ന് പറയുമ്പോൾ അവരുടേതായ ശൈലി. അദ്ദേഹത്തിൽ നിന്ന് എന്താണ് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയതെന്ന് പറഞ്ഞാൽ, അദ്ദേഹം അവതരിപ്പിക്കുന്ന കഥാപ്രസംഗം കേട്ട് കഴിഞ്ഞാൽ വേദിയിൽ കഥാപാത്രങ്ങൾ പ്രത്യേകിച്ച് തന്നെ വന്ന് നിൽക്കുന്നത് പോലെ തന്നെ നമുക്ക് തോന്നും. ഒരു സിനിമ കാണുന്ന പ്രതീതിയായിരിക്കും ഒരു ആസ്വാദകന് ഉണ്ടാകുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വിധപ്പെട്ട എല്ലാ കാസറ്റുകളും CD-കളും എന്റെ കൈവശമുണ്ട്. അതോടൊപ്പം തന്നെ പ്രമുഖരായ കർഷകുമാർ സാറിന്റെ കഥാപ്രസംഗത്തിന്റെ കാസറ്റുകൾ, CD-കൾ, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സുദർശനൻ എന്ന് പറയുന്ന ആരൊക്കെ കാസറ്റുകൾ ഇറക്കിയിട്ടുണ്ടോ അവരുടെ എല്ലാവരുടെയും ശേഖരം എന്റെ വീട്ടിലുണ്ട്. എന്റെ കയ്യിൽ അത് സ്റ്റോക്കുണ്ട്. പലരുടെയും ഈ സാധനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആകാശവാണിയിലെ ബി ഗ്രേഡ് ആർട്ടിസ്റ്റ് ആണ് സാർ എന്ന് പറഞ്ഞല്ലോ. അപ്പം അവിടെ എത്തിയതും പിന്നെ അവിടെ ആദ്യമായിട്ട് അവതരിപ്പിച്ച കഥാപ്രസംഗം, ഇതിനെ കുറിച്ച് പറയാം. ആദ്യമായിട്ട് 1982 ഒരു ജൂലൈ മാസത്ത് ഞാൻ തിരുവനന്തപുരം ആകാശവാണിയിൽ ഓഡിഷന് പോയി. യുവാണിയിലാണ് ഓഡിഷന് പോയത്. പക്ഷെ അന്ന് ഓഡിഷൻ മാറ്റിവെച്ച് നമ്മുടെ പെരുമൺ ദുരന്തം ഉണ്ടായതുകൊണ്ട്. പിന്നെ 22/7/1988 ഇത് പിന്നെ ഓഡിഷന് പോവുകയും ഓഡിഷനിൽ ഞാൻ പാസ്സാവുകയും ചെയ്തു. 28/12/88 ആദ്യമായിട്ട് ക്രിസ്തുവിന്റെ ജനനം എന്ന് പറഞ്ഞ് ഞാൻ ആദ്യം അവതരിപ്പിച്ച കഥ തന്നെ ഒരു 15 മിനിറ്റ് ആദ്യമായിട്ട് ആകാശവാണിയിലൂടെ ബ്രോഡ്കാസ്റ്റ് ചെയ്യുകയുണ്ടായി. അപ്പൊ നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ, ഒരു 2 മണിക്കൂർ നീണ്ട ഒരു കഥാപ്രസംഗം ആദ്യമായിട്ട് പറഞ്ഞ രാഗമേഘങ്ങൾക്കപ്പുറം. അതാണല്ലോ ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യം. ഈ മാരായമുട്ടം ജോണി എന്ന് പറയുന്ന ഒരു കഥാപ്രസംഗിയൻ
ഒരു പൊതുവേദിയിൽ അവതരിപ്പിച്ച ഒരു ശ്രദ്ധയെ നേടിയിട്ടുള്ളതാണ്. അത് നമുക്കൊന്ന് കേൾക്കാം. കാര്യം അത് നമുക്ക് മറക്കാനൊക്കത്തില്ല. കാളവണ്ടികൾ തേരോട്ടം നടത്തുന്ന ഗ്രാമത്തിന്റെ കിഴക്കേ ഓരത്തുകൂടെ നീണ്ടു വളഞ്ഞു കിടക്കുന്ന നാട്ടുപാത, റബ്ബർ മരങ്ങളും കവുങ്ങിൻ തോട്ടങ്ങളും ഭാഗമായി കിടക്കുന്ന കൊച്ചു കൊച്ചു നെൽപ്പാടങ്ങളും അവയ്ക്കുമപ്പുറത്ത് തല ഉയർത്തി നിൽക്കുന്ന മലമടക്കുകളും ഈ കേരളീയ ഗ്രാമത്തിന്റെ നിസ്തന്ത്രമായ ചേതനത്തെ തേജോമയമാക്കുന്നു. പള്ളിമണികളുടെയും ബാങ്കുവിളികളുടെയും ശംഖധ്വനിയുടെയും മാറ്റൊലി ഈ ഗ്രാമഭൂമിയെ തികച്ചും ആത്മീയവത്താക്കുന്നു. ചേതോഹരമായ ഈ ഗ്രാമചൈതന്യം നമ്മെ ആകർഷിച്ചില്ലെങ്കിൽ അത്ഭുതമെന്നേ പറയാൻ പറ്റുകയുള്ളൂ. പൊന്നോണ കിളിപാടും നെല്ലോല കിളിപാടും പൊന്നിൻ തുമ്പികൾ പാറും, പൊന്നോണ കിളിപാടും നെല്ലോല കിളിപാടും പൊന്നിൻ തുമ്പികൾ പാറും, പൂന്തളിരും പൂത്തകിനാവും പുകയുറങ്ങുന്ന ഗ്രാമം, പൂന്തളിരും പൂത്തകിനാവും പുകയുറങ്ങുന്ന ഗ്രാമം, പൊന്നോണ കിളിപാടും നെല്ലോല കിളിപാടും പൊന്നിൻ തുമ്പികൾ പാറും. ഇതാണ് ഈ കഥ തുടങ്ങുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ സമ്പശിവ സാറിന്റെയും അശോകുമാർ സാറിന്റെയും ഒക്കെ കഥകൾ ആവർത്തിച്ച് കേട്ടിട്ടുണ്ട്. അത് അവരുമായിട്ട് അടുക്കാൻ ഒരു സാമീപ്യത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട്, അവരുമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറയുന്നത്. അതിനുശേഷമാണ് ഈ കഥാപ്രസംഗ കോഴ്സ് പഠിക്കുവാനായിട്ടൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പം ഈ കഥാപ്രസംഗ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു പഠന സ്വരൂപം ഏതൊക്കെ തരത്തിലാണ് താങ്കളുടെ കഴിവിനെയൊക്കെ വികസിപ്പിക്കാൻ സഹായിച്ചിട്ടുള്ളത്? ഇങ്ങനെയൊക്കെ കഥ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും ഇതിനെ ചിട്ടിയായിട്ട് അതിനെ ക്രമമായിട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. പക്ഷേ കഥാപ്രസംഗത്തിന്റെ കോഴ്സ് SMB ഹൈസ്കൂൾ തിരുവനന്തപുരത്ത് 4 മണിക്ക് ശേഷം ഇത് നടത്തപ്പെടുന്നുണ്ട്. ഒരു ഈവനിങ് കോഴ്സാണ്, സായാഹ്ന കോഴ്സാണ്. അപ്പൊ അവിടെ ഇത് ചേർന്ന് 1999 ഞാൻ അതിൽ ഒരു വിദ്യാർത്ഥിയാണ്. അന്ന് ഹർഷകുമാർ സാറ്, കെടാമംഗലം സദാനന്ദ സാറ്, അതോടൊപ്പം തന്നെ ജോസഫ് കൈമാപ്പറമ്പൻ, കടക്കോട് വിശ്വംഭരൻ എന്ന് പറയുന്ന 4 പ്രൊഫസർമാരുടെ കീഴിൽ ഈ കഥാപ്രസംഗം ഞാൻ പഠിക്കുകയുണ്ടായി. അപ്പോൾ അവിടുത്തെ ഒരു ക്ലാസിന്റെ പ്രത്യേകതകൾ പറയൂ. അതുപോലെ തന്നെ അവിടുത്തെ ക്ലാസ്സിൽ നിന്ന് കിട്ടി, പ്രൊഫസർ പറഞ്ഞു അടുക്കും ചിട്ടയും ഇല്ലാതെ പറഞ്ഞു എന്ന് പറഞ്ഞു. അതിനുശേഷം ആ ക്ലാസ് കൊണ്ട് എത്തരത്തിലൊക്കെയാണ് സാറിന്റെ കഥാപ്രസംഗം കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിച്ചിട്ടുള്ളത്? കഥാപ്രസംഗത്തിന് ഉച്ചാരണ ശുദ്ധി, ഭാഷാശുദ്ധി, അതുപോലെ തന്നെ ഭാവപ്രകടനം, ആശയ ആവിഷ്കരണം, പിന്നെ സാഹിത്യവും സംഗീതവുമുള്ള യോജിപ്പ്, ഇതൊന്നുമില്ലാതെ ഒരു ചിട്ടയില്ലാതെ ഉള്ള ഒരു കഥാപ്രസംഗ രീതിയിലാണ് നേരത്തെ ഞാൻ പറഞ്ഞത് കഥ അവതരിപ്പിച്ചു കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ കഥ പറയുകയാണെങ്കിൽ എല്ലാം അതിന്റെ ചിട്ടയായിട്ടും ഭംഗിയായിട്ടും, ഇപ്പോൾ തന്നെ ഒരു വേദിയിൽ എത്തുന്ന സമയത്ത് നേരത്തെ ആണെങ്കിൽ അപ്പോഴത്തേക്ക് ആളുകളെ വിളിച്ചു കൊണ്ടുപോയി ചെയ്യുന്ന പ്രോഗ്രാം മുമ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇപ്പോഴതല്ല, ചിട്ടയോടുകൂടി. നേരത്തെ ആണെങ്കിൽ കഥ അത്രയും പഠിച്ച് നമ്മൾ മനസ്സിൽ വെച്ചിരിക്കും, വന്ന് വായിക്കുന്ന ആൾക്ക് ഹാർമോണിസ്റ്റിനും തബലിസ്റ്റിനും അതുപോലെ തന്നെ ക്ലാർനെറ്റുകാരനും ഗിറ്റാറുകാരനും ഒന്നും അറിയത്തില്ലായിരിക്കും. ചെന്ന് കയറുന്നു, ഇപ്പൊ എന്ത് ചെയ്യുന്നു, സ്റ്റേജിൽ നിന്നിട്ട് നമ്മൾ അങ്ങ് പറയുന്നു, അവര് അവരുടേതായ രീതിയിൽ അങ്ങ് വായിക്കുന്നു. ഇത് അങ്ങനെയല്ല, ചിട്ടയോടെ എന്ത് ഡയലോഗുകൾ എവിടെയൊക്കെ നമ്മൾ പറഞ്ഞു വരും അതിനനുസരിച്ച് നോട്ട് എഴുതി ഹാർമോണിസ്റ്റ് വെച്ചിരിക്കും. അതുപോലെ തബലിസ്റ്റ് എവിടെയാണ് പാട്ട് തുടങ്ങുന്നതെന്ന് വെച്ചിരിക്കും. ക്ലാർനെറ്റുകാരൻ എന്താണ് സാധനം വായിക്കേണ്ടത്, എന്ത് പീസാണ് വായിക്കേണ്ടത്, അത് ഏത് ഡയലോഗ് പറയുമ്പോഴാണ് എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിരിക്കും. അപ്പോൾ ഓരോ ഡയലോഗ് പറയുന്ന സമയത്ത് അവരതനുസരിച്ച് വായിക്കുകയാണ്. ചേതോഹരമായ ഗ്രാമചൈതന്യം നമ്മെ ആകർഷിച്ചില്ലെങ്കിൽ അത്ഭുതം എന്നേ പറയാൻ പറ്റുകയുള്ളൂ. അപ്പൊ ചേതോഹരമായ ഗ്രാമചൈതന്യം എന്നുള്ളത് ഹാർമോണിസ്റ്റ് ആ നോട്ട് അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇതിൽ ആരെങ്കിലും ഒരെണ്ണം തെറ്റിക്കഴിഞ്ഞാൽ ഇത് ആകെ പ്രശ്നമായി പോകും. അഡ്വാൻസ് ആയിട്ട് കയറി വായിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ കഥയുടെ എന്താണ് അതിന്റെ കഥയുടെ ആ ഗാംഭീര്യം അത് നഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ അതിന്റെ തുടർച്ച കിട്ടാതെ വരും. ഇതിനകം എത്ര കഥ പറഞ്ഞിട്ടുണ്ട്? ഇതിനകം ഏകദേശം 18ഓളം കഥകൾ. സ്വന്തം കഥകളും ഉണ്ടോ? അതിനകത്ത് ഒരു കഥ സ്വന്തമായിട്ട് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ജീസസ് എന്നാണ് അതിന്റെ പേര്. അത് തന്നെ കാസറ്റ് ആയിട്ട് ഞാൻ ഇറക്കിയിട്ടുണ്ട്. കാസറ്റിന്റെ ദൈവം നിന്നോട് കൂടെ, അങ്ങനെ വേറെ 2 കാസറ്റുകളാണ്. ദൈവം നിന്നോട് കൂടെ, അതോടൊപ്പം ജീസസ്. അല്ല, നമ്മൾ സാധാരണ ഇപ്പം താങ്കളുടെ ഒരു കരിയർ ഗ്രാഫ് നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്ക് താങ്കൾ അവതരിപ്പിച്ചിട്ടുള്ള കഥകളിൽ അധികവും ദൈവവുമായിട്ട് ബന്ധപ്പെട്ട സാധനം തന്നെ. ചർച്ച ചെയ്യുന്നതായതുകൊണ്ട് ക്രിസ്തു വന്നു, ദൈവം നിന്നോട് കൂടെ, ജീസസ്, സ്നാപക യോഹന്നാൻ, ഇപ്പൊ ഏറ്റവും പുതിയലേക്ക് വരുമ്പോൾ നാരായണ ഗുരുസ്വാമികളെ പറ്റിയുള്ള കഥയിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുപോലെ തന്നെ വളരെ ചർച്ചാ വിഷയമായിട്ടുള്ളതാണ് സ്നാപക യോഹന്നാൻ, അല്ലെ? കാര്യം അതും ചർച്ചിന് വളരെ പ്രിയപ്പെട്ടാണ്. സഭ പല കാലത്തായിട്ട് വേണ്ടത്ര പരിഗണന കൊടുക്കാത്ത ഒരു കഥാപാത്രമാണ് സ്നാപക യോഹന്നാൻ. അപ്പം ആ സ്നാപക യോഹന്നാനെ വേദികളിൽ അവതരിപ്പിക്കുമ്പോൾ എങ്ങനെയായിരുന്നു ഈ സഭാവിശ്വാസികളുടെ ഒരു പ്രതികരണം? അതേ സ്നാപക യോഹന്നാൻ എന്ന് പറയുമ്പോൾ നൃത്ത മണ്ഡപത്തിൽ പോയി
ഒരു കാരാഗ്രഹത്തിൽ കിടക്കുകയും അതിനുശേഷം കാരാഗ്രഹത്തിൽ കിടക്കുന്ന സ്നാപകയോഹന്നാന് ഹെരോദ മഹാരാജാവ് പിന്നെ സലോമിക്ക് വേണ്ടിയിട്ട് ചോദിക്കുന്നതാണ് എന്ത് സമ്മാനം. നൃത്തമണ്ഡപത്തിൽ വെച്ച് പിന്നെ സലോമിയോട് ഹെരോദ രാജാവ് ചോദിക്കുകയാണ്, എന്ത് സമ്മാനമാണ് നിനക്ക് ഞാൻ നൽകേണ്ടത് ഈ നൃത്തം ചെയ്തതിന് എന്ന് ചോദിക്കുമ്പോഴാണ് പിന്നെ സ്നാപക യോഹന്നാന്റെ തല വേണമെന്ന് ആവശ്യപ്പെടുന്നത്. പക്ഷെ ഞാൻ ആ കഥ തുടങ്ങുന്നത് ഇങ്ങനെ, ആ പാട്ടോടുകൂടിയാണ് ആദ്യം തുടങ്ങുന്നത്. വരുന്നന്റെ പിന്നാലെ യോഗ്യന മന്നവൻ, യോഗ്യനല്ല ഞാനവൻ ചെരിപ്പഴിക്കാൻ. വരുന്നന്റെ പിന്നാലെ യോഗ്യന മന്നവൻ, യോഗ്യനല്ല ഞാനവൻ ചെരിപ്പഴിക്കാൻ. അവൻ അഗ്നിയാൽ ജ്ഞാന സ്നാനം നൽകിയിടും, ഞാനോ ജലത്താലതേകും നിങ്ങൾക്ക്. വരുന്നന്റെ പിന്നാലെ യോഗ്യന മന്നവൻ, യോഗ്യനല്ല ഞാനവൻ ചെരിപ്പഴിക്കാൻ. കർത്താവിന്റെ വഴിയൊരുക്കുന്നു, അവന്റെ പാത നിരപ്പാക്കുന്നു. നിങ്ങൾ സ്നാനപ്പെടേണ്ടതിന് മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ഇങ്ങനെ ഈ കഥ എവിടെ അവസാനിക്കുന്നത്? ഈ യോഹന്നാൻ സ്നാപകന്റെ കഥയും അവസാനിക്കുന്നത് ക്രിസ്തുവിന്റെ ക്രൂശീകരണത്തോടു കൂടിയാണ്. ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണല്ലോ താങ്കളുടെ ജോലിയുടെ ഭാഗമായിട്ട് വയനാട്ടിൽ വെച്ച് നടത്തിയെന്ന് പറഞ്ഞത്. അതിപ്പോ അന്ന് വന്നിരുന്ന കോളറ അതുപോലുള്ള അസുഖങ്ങൾ, ഫാമിലി പ്ലാനിങ്, ഒരു സാമൂഹ്യ പ്രതിബദ്ധത തന്നെയായിരുന്നു. എന്തൊക്കെയായിരുന്നു അന്നത്തെ മെയിൻ മോട്ടീവ് ഈ കഥാപ്രസംഗത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്? 1992 ജൂൺ മാസം 18-ാം തീയതി ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിൽ ഒരു LD ക്ലാർക്കായിട്ട് വയനാട്ടിൽ ചീരാൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ജോയിൻ ചെയ്തു. അപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ആയപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് എനിക്ക് കുറെ ബന്ധങ്ങളുണ്ടായി. അതുപോലെ ഈ കഥാപ്രസംഗം പറയണമെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് പെർമിഷൻ വാങ്ങാം. അങ്ങനെ പെർമിഷനൊക്കെ വാങ്ങിവെച്ച് അവിടുത്തെ ഫാമിലി പ്ലാനിങ് ആക്ടിവിറ്റീസിൽ, ബോധന കലയാണല്ലോ കഥാപ്രസംഗം, ആരെയും ബോധവൽക്കരിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ വയറിളക്ക രോഗം, ക്ഷയരോഗം, ഫാമിലി പ്ലാനിങ് ആക്ടിവിറ്റീസ് ഇവയെക്കുറിച്ച് ഏകദേശം 100-100ഓളം സ്റ്റേജുകളിൽ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ, വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിൽ ഉൾപ്പെടെ, വള്ളിയൂർക്കാവ് ക്ഷേത്രം എന്ന് പറയുന്നത് അവിടുത്തെ ഒരു വലിയൊരു ക്ഷേത്രമാണ്, അവിടെയും ഈ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ ഇതായിട്ട് തന്നെ ഒരു കഥാപ്രസംഗം ഞാൻ പിന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് വളരെ വയറിളക്ക രോഗം വരുമ്പോൾ ശരീരത്തിലെ ഓരോരോ കഥാപാത്രങ്ങളെയും നമ്മൾ അവതരിപ്പിച്ചിട്ട് ഒരു കഥാപാത്രം വയറിളക്ക രോഗം വന്ന് മരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത്, ശരീരത്തിലെ ജലാംശവും ലവണങ്ങളും നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് വയറിളക്ക രോഗി മരിക്കുന്നത്. ശരീരത്തിലെ ജലാംശവും ലവണങ്ങളും നഷ്ടപ്പെടുന്നതുകൊണ്ട്, നഷ്ടപ്പെടുന്ന ജലാംശവും ലവണങ്ങളും തിരികെ കൊടുത്താൽ ഈ രോഗിയെ മരണത്തിൽ നിന്നും രക്ഷിക്കാൻ സാധിക്കും. പാട്ടുകളിലൂടെയും കഥയിലൂടെയും ആൾക്കാരെ ബോധവൽക്കരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പരിസരമാകെ ശുചിയാക്കിയിടാൻ പടയണി ചേരു സോദരർ എന്ന് പറഞ്ഞ അതിനകത്ത് വേറൊരു ഗാനവും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഈ 5ാം പനിക്കെതിരായ കുത്തിവയ്പ്പ്, ഈ കുഞ്ഞുങ്ങൾക്കുള്ള കുത്തിവയ്പ്പിനെ കുറിച്ച് അത് വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു പാട്ടായിട്ടും കഥയായിട്ടും ഒക്കെ അവതരിപ്പിച്ച് ഒരു സാമൂഹിക നന്മയെ ലക്ഷ്യമാക്കണമെങ്കിൽ കഥാപ്രസംഗം നല്ലൊരു മാധ്യമമാണ്. അപ്പോൾ താങ്കളുടെ മറ്റ് കഥകളിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത്തരത്തിലുള്ള ഒരു സമൂല പരിവർത്തനോന്മുഖമായിട്ടുള്ള കഥകൾ തിരഞ്ഞെടുക്കാൻ താല്പര്യപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ താല്പര്യപ്പെട്ടിട്ടുണ്ട്. ഏതൊക്കെ കഥകൾ അങ്ങനെ താല്പര്യപ്പെട്ടിട്ടുള്ള ഒരു കഥയാണ് പിന്നെ നക്ഷത്രങ്ങളെ സാക്ഷി എന്ന് പറഞ്ഞിട്ടൊരു കഥ. അതിനകത്തുള്ള തീം എന്ന് പറയുന്നത് 14 വയസ്സിന് താഴെയുള്ള ബാലന്മാരെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്ന ശിക്ഷാർഹമാണ് ബാലവേല. അത് വ്യാവസായികമായി പുരോഗമിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, പട്ടണങ്ങളിലെ ഫാക്ടറികളിൽ ഇന്നും 14 വയസ്സിന് താഴെയുള്ള ബാലന്മാർ ജോലി ചെയ്യുന്നുണ്ട്. അത്തരം കഥകൾ നമ്മൾ പൊതുവേദികളിൽ അവതരിപ്പിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് കേൾവിക്കാർക്ക് അത് മനസ്സിലാകുന്നുണ്ട് ഇത് തെറ്റാണെന്ന്. പക്ഷെ ഇത് ഇപ്പോഴും ആ ബാലവേല നടന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഇത് ബോധവൽക്കരിക്കാൻ ശ്രമിക്കുന്നതിലൂടെ കുറച്ചൊക്കെ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും. ഇപ്പൊ എയ്ഡ്സ് എന്ന് പറയുന്ന രോഗമെന്നും അതിനെതിരെ അതുപോലെ കടക്കോട് വിശംബര സാറ് കേരളത്തിൽ ഇങ്ങോളം കഥാപ്രസംഗം അവതരിപ്പിച്ചിട്ടുണ്ട് എയ്ഡ്സിനെ പറ്റി. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളെ പറ്റിയും സമൂഹത്തിന് ബോധവൽക്കരണം നടത്തുന്നതിന് പറ്റിയ ഒരു ബോധന കലയാണ് കഥാപ്രസംഗം. ഇപ്പൊ 20 വർഷത്തിലുപരി മേലെയാലോ സാർ ഈ മേഖലത്തിന്. അപ്പോൾ ഇപ്പോഴത്തെ വരും തലമുറയുടെ ഒരു താല്പര്യം എങ്ങനെയാണെന്നുള്ളതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വരും തലമുറയ്ക്ക് ഇപ്പോൾ ദൃശ്യമാധ്യമങ്ങളോടുകൂടിയാണ് വലിയ താല്പര്യം. അല്ലാതെ ഈ സ്റ്റേജിൽ പോയത് നമ്മളിപ്പോൾ അവതരിപ്പിക്കുന്ന ഇങ്ങനെയുള്ള കലയോട് വലിയ താല്പര്യം കുറവാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ താല്പര്യമുള്ള കുട്ടികളാണെങ്കിൽ ശിക്ഷണത്തിനോ അത് അവർ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ അങ്ങനെ എന്തെങ്കിലും സാറിന്റെ ഭാഗത്തുനിന്ന്? അങ്ങനെയുള്ള കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് തയ്യാറായിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കുട്ടികൾക്ക് കഥാപ്രസംഗം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സ്കൂൾ കോമ്പറ്റീഷൻ മറ്റുള്ള ഇതൊക്കെ വരുന്ന സമയത്ത്, മറ്റുള്ള മത്സരങ്ങളിലൊക്കെ വരുന്ന സമയത്ത് അവർക്ക് കഥ എഴുതി കൊടുക്കുകയും അതിന് തന്നെ ഫസ്റ്റ് കിട്ടുകയും ഒക്കെ ചെയ്ത സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ തന്നെ ജഡ്ജായിട്ട് ഇപ്പോൾ നെയ്യാറ്റിൻകര ഉപജില്ല, അതുപോലെ പാറശാല ഉപജില്ല, അതുപോലെ വയനാട് ജില്ലാ കലോത്സവം പിന്നെ സ്കൂളിന്റെ ജില്ലാ ജഡ്ജായിട്ടൊക്കെ ഞാൻ
അപ്പോൾ നമ്മുടെ ഈ ജഡ്ജായിട്ട് പോകുമ്പോൾ നമ്മുടെ കുട്ടികളുടെ കഥാപ്രസംഗത്തിന്റെ നിലവാരത്തിന്റെ കാര്യം എങ്ങനെയാണ്? ഇതിന്റെ വളരെ ഉയർന്ന നിലവാരമാണോ അതോ താഴ്ന്ന നിലവാരം? ഉയർന്ന നിലവാരത്തിൽ നല്ലപോലെ കഥ പറയുന്ന നല്ല കുട്ടികളുണ്ട്, നല്ല ശിക്ഷണം കിട്ടി നന്നായിട്ട് കഥ പറയുന്ന നല്ല കുട്ടികളുണ്ട്. അതേസമയം എന്നാൽ മോശപ്പെട്ട രീതിയിൽ കഥ പറയുന്നവരും ഈ കൂട്ടത്തിൽ വരുന്നുണ്ട്. അത് ശരിയായ ശിക്ഷണം കിട്ടാത്തത് കൊണ്ടാണ്. പക്ഷെ ഒരു കാലം ആരും ഇത് സീരിയസ് ആയിട്ട് എടുക്കാത്തത് കൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ ആ കുട്ടികളൊന്നും വീണ്ടും ഈ മേഖലയിലേക്ക് വരാത്തത്. അതെ, അത് സീരിയസ് ആയിട്ട് എടുക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ കുട്ടികളൊന്നും ഈ മേഖലയിലേക്ക് വരാത്തത്. ആർക്കും ഒത്തിരി പാടാനും അതുപോലെ തന്നെ പറയാനും കഥ പറയാനും പ്രസംഗിക്കാനും ഉള്ള കഴിവും അതോടൊപ്പം തന്നെ ഇതിലെല്ലാ കഴിവുകളും വേണം. നടന്റെ കഴിവ് വേണം, അതേപോലെ തന്നെ ഭാവപ്രകടനങ്ങൾ വേണം, പിന്നെ ഹാസ്യം പറയാനുള്ള കഴിവ് വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വേദിയിൽ പിന്നെ ഇരുന്ന് എല്ലാ ജനങ്ങളെയും പിടിച്ചിരുത്തി പിന്നെ സമൂഹത്തിലെ താഴെക്കടയിൽ നിന്ന് മേലോട്ടുള്ളവരെ വരെ ഉയർന്ന തലത്തിലുള്ളവരെ വരെ നമുക്കത് പിടിച്ചിരുത്താൻ കഴിയുള്ളൂ. നമ്മൾ ഈ ഹാസ്യത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ സാംബശിവ സാറൊക്കെ ഹാസ്യം സ്ക്രിപ്റ്റിലുള്ള ഹാസ്യം അല്ല പറയുന്നത്, ആ സന്ദർഭത്തിനനുസരിച്ചിട്ട് അവിടെ കൂടിയിരിക്കുന്നവരെ നോക്കി പണ്ട് ചാക്യാരൊക്കെ കാണിച്ചിട്ടുള്ള ഒരു രീതിയിലാണ്. എങ്ങനെയാണ് താങ്കൾ സ്ക്രിപ്റ്റിനെയാണോ ശരിക്കും ഫോളോ ചെയ്യുന്നത്, അതോ സന്ദർഭത്തിനനുസരിച്ചിട്ട് അതോ വേദികൾ അനുസരിച്ചിട്ട് ഇത് പരിഷ്കരിക്കാറുണ്ട്? എങ്ങനെയാണ് അത്? വേദികൾ അനുസരിച്ചിട്ടല്ല, പിന്നെ സന്ദർഭത്തിന് അനുസരിച്ചിട്ടല്ല ഹാസ്യം പറയുന്നത്. നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കും പിന്നെ ഹാസ്യം പറയേണ്ട ഭാഗം. ആ ഭാഗത്തെത്തുമ്പോഴാണ് ഹാസ്യം അവതരിപ്പിക്കുന്നത്. അല്ല, പെട്ടെന്ന് ഇപ്പം ഒരു സാമൂഹ്യ പുരോഗതിയും നന്മയൊക്കെ ആണല്ലോ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ അത്തരം ഒരു അവസ്ഥ അല്ല, അങ്ങനെ ഒരു പറയേണ്ട ഒരു അവസ്ഥ അവിടെ വന്നിട്ടുണ്ട്. ഒരു മദ്യപാനത്തെ പറ്റിയുള്ള ഒരു വിഷയമാണ് അവതരിപ്പിക്കുന്നെങ്കിൽ അവിടെ അങ്ങനെ എന്തെങ്കിലും സിറ്റുവേഷൻസ് വല്ലതും ഉണ്ടെങ്കിൽ അതിനെ ഒരു മോട്ടിവേറ്റ് ചെയ്ത് ഹാസ്യത്തിലൂടെ പറയാറുണ്ട് ആ സന്ദർഭത്തിനനുസരിച്ച്. സാറിന്റെ ഏറ്റവും പുതിയ കഥാപ്രസംഗമാണല്ലോ ശ്രീനാരായണ ഗുരു. അതിന്റെ ഒരു തീം അതിലെന്തൊക്കെയാണ്, ഏത് ഭാഗം മുതൽ ഏത് ഭാഗം വരെയാണ്, അതിനെ കുറിച്ച് പറയാമോ? ശ്രീനാരായണ ഗുരുവിൻ ദേവന്റെ കഥ അത് എഴുതി